ഹലോ, നമ്മളിന്ന് കുറച്ച് കുർത്തകളാണ് കാണുന്നത് കേട്ടോ. അതായത് ആമസോണിൽ ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് ഇത് കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു കുർത്തയിൽ വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ, അതുപോലെ നല്ല ബ്രീത്തബിൾ ആണ്, കംഫർട്ടബിൾ ആണ്. പിന്നെ തുണി ഞാൻ പറഞ്ഞില്ലേ കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുള്ളൊരു കുർത്ത തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളത് ആമസോണിലാണ് കേട്ടോ. ആമസോണിലിപ്പോൾ ആമസോൺ മെഗാ ഫാഷൻ ഡേയ്സ് പറഞ്ഞിട്ടുള്ള ഒരു സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പ് ബ്രാൻഡ്സിനൊക്കെ ഏകദേശം 70% വരെ നമുക്ക് ഓഫ് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഏതെങ്കിലും ഓഫുള്ള സമയത്ത് മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡിസ്കൗണ്ടിനൊക്കെ ആയിട്ട് പ്രൊഡക്റ്റുകൾ കിട്ടുന്നതായിരിക്കും. അപ്പം ഫസ്റ്റത്തെ വന്നിട്ട് ഈ ഒരു പിങ്ക് കുർത്തയാണ് കേട്ടോ. ഈ ഒരു പിങ്ക് ആൻഡ് വൈറ്റിൽ വരുന്ന നമുക്ക് ബോത്ത് സൈഡ് രണ്ട് സൈഡിലായിട്ടും വെർട്ടിക്കലായിട്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ്ബ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കാണില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ പണ്ടത്തെ കുർത്തകളൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് അവിടെ സിബ്ബ് കാണാൻ പറ്റും. ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, ഉള്ളിൽ ഹൈഡായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ജസ്റ്റ് ആ ഒരു സിപ്പിൻ്റെ അടിവശം മാത്രം കുഞ്ഞ് സിബില്ല അതേ കാണുള്ളൂ. അല്ലാണ്ട് ഫീഡിങ് കുർത്തി നമുക്കങ്ങനെ ആ ഒരു എന്താ പറയുക തോന്നുകയല്ല, ആ ഒരു ടൈപ്പിൽ വരുന്ന കുർത്തിയാണ് ഇത്. ചില സമയത്ത് നോക്കുമ്പോൾ 400 സംതിങ്ങിന് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് 500 സംതിങ്ങിന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴേ കുറവ് വെച്ചാൽ അങ്ങനെ നോക്കി മേടിച്ചാൽ മതി. അപ്പോൾ യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിളാണ്. ഇതുപോലെ റൗണ്ട് നെക്കും കാര്യങ്ങളാണ് വരുന്നത്. വേറെ കളർ ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കുർത്തിയാണ്, രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു കുർത്തിയാണ്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഞാനിത് മാച്ചിങ് ആയിട്ടുള്ള വേറെ പ്രൊഡക്റ്റുകൾ കിട്ടുകയാണെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇതും കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. കുറച്ചും കൂടെ നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടും കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഇതേപോലെ വൈറ്റ് അതുപോലെ തന്നെ ബ്ലൂ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. യൂസ് ചെയ്യാനായിട്ടും നല്ല കംഫർട്ടബിളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതും നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല തടിയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിങ്ങനെ ടമ്മി ഏരിയയിൽ ഇങ്ങനെ പ്ലീറ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു കുർത്തേൻ്റെയൊക്കെ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ തടി തോന്നിക്കാനായിട്ട് യൂസ് ചെയ്യും കേട്ടോ. മെലിഞ്ഞ ആൾക്കാർക്കാണ് എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനത്തെ ടൈപ്പ് കുർത്തകൾ സ്യൂട്ടാവുന്ന പോലെ തോന്നിയിട്ടുള്ളത്. നമുക്ക് തടി ഉണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനത്തെ ഈ ഒരു ടമ്മീൻ്റെ കുറച്ച് താഴെ നീട്ടി മേലെയായിട്ട് കയറി വരുന്ന സമയത്ത് കുറച്ച് തടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല, പക്ഷേ എനിക്ക് കുറേ മുൻപൊക്കെ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുറച്ച് തടി തോന്നിക്കായിരുന്നു കേട്ടോ. എൻ്റെ മെലിഞ്ഞ കൊണ്ടാണെന്നറിയില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതാണെങ്കിലും നല്ല കുർത്ത തന്നെയാണ്. പിന്നെ വരുന്ന ഒന്നുണ്ട് കേട്ടോ, ഞാനത് ഫീഡിങ് കുർത്തയല്ല, ജസ്റ്റ് ഞാൻ ഇതൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ആ കുർത്ത എടുത്തിട്ടപ്പം അതും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു കുർത്തയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കുർത്ത വന്നിട്ട് അതിൻ്റെ റേറ്റ് വരുന്നത് 700 സംതിങ് ആണ്, 749 വരുന്നുണ്ട്. ഇത് നല്ല കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഫീഡിങ് അല്ല കേട്ടോ. ഇതിൻ്റെ നെക്കിൽ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ. 100% പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ 3/4 ആണ് ശരിക്കും സ്ലീവ് വരുന്നത്. എനിക്കത് കംഫർട്ടബിൾ അല്ല. എനിക്കത് എന്താ പറയുക, കുറച്ചും കൂടെ നമ്മളെ മുട്ടിൻ്റെ താഴേക്ക് നിന്നിട്ട് എനിക്കിങ്ങനെ കൈ എനിക്കപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ അത് നല്ല ടൈറ്റാക്കി അടിക്കുമ്പോൾ എനിക്ക് കൈയും ഇങ്ങനെ മടക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ എനിക്ക് എപ്പോഴും ഇതുപോലെ കയറ്റി അടിക്കുന്നതാണ്. നമ്മുടെ കൈയിൻ്റെ ഈ ഒരു മേലെ വശം ഉണ്ടാവുമല്ലോ, അവിടെയാണ് എനിക്ക് കൈ ഇഷ്ടമുള്ളൂ. പൊതുവേ എൻ്റെ ഏത് ഡ്രസ്സ് എടുത്ത് നോക്കിയാലും കൈ ഉണ്ടെങ്കിൽ ഞാൻ വെട്ടി കുറച്ച് ഇത്രയാക്കും കേട്ടോ. എനിക്കത് കുറേ ഇങ്ങോട്ട് ഇറങ്ങിക്കുന്നത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുപോലെ ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെക്കാണെങ്കിലും കുറച്ച് കയറി വരുന്ന നമ്മളെ കഴുത്തിനോട് ചേർന്ന് വരുന്ന ഒരു നെക്കാണ്. അതിൽ കോളറില്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ കഴുത്തുമായിട്ട് കുടുങ്ങി കിടക്കുന്ന ആ ഒരു പാറ്റേൺ, അതിനെന്താ പറയുക, ക്വിക്ക് ടു പുട്ട് ഓൺ വിത്ത് ഇറ്റ്സ് റൗണ്ട് നെക്ക് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വായിച്ച് നോക്കിയതാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത നല്ല കുർത്ത തന്നെയാണ്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കുർത്തയാണ്. ഇതൊരു റയോൺ മെറ്റീരിയൽ പോലെ വരുന്നത്. ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും ഇതേപോലെ നല്ല യെല്ലോ, ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് എഴുതിയത്, പക്ഷേ കുറച്ചും കൂടെ യെല്ലോ കളർ തോന്നുന്നുണ്ട് അല്ലേ. പിന്നെ അതിൽ ഇതേപോലെ ബ്ലാക്കിലൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതേപോലെ കുറച്ച് ലൂസാണ് കേട്ടോ. ഞാനിത് സൈസ് ചെയ്തിട്ടില്ല, ബാക്കിയുള്ളത് ഞാൻ സൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ അറിയാനില്ല അല്ലേ. എന്നാലും കയ്യിനവിടെ ചെറിയൊരു കണ്ടോ ലൂസ് വരുന്നുള്ള ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര എനിക്കിഷ്ടം എപ്പോഴും എനിക്ക് കോട്ടൺ നമുക്ക് കംഫർട്ടബിളാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് കോട്ടനെക്കാട്ടും കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് റയോൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ. റയോൺ നമുക്ക് ഇങ്ങനെ അധികം തടി തോന്നിക്കില്ല, ശരീരമായിട്ട് നല്ല ഇണങ്ങി ചേർന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ. മിക്കവാറും ഞാൻ നോക്കുന്ന കുർത്തകളൊക്കെ അതങ്ങ് ആയിരിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ കോട്ടൺ അങ്ങനെ മേടിക്കാറുള്ളൂ. ഇത് നല്ല സൂപ്പർ സംഭവമാണ്, ഇടാനായിട്ട് നല്ല കംഫർട്ടബിളാണ്. അപ്പം ഇതും നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് ഇത് വരുന്നില്ല കേട്ടോ, ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ മിക്സ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഇത് ഫീഡിങ് കുർത്തയല്ല. അപ്പോൾ ഞാൻ ആദ്യം ഫീഡിങ് കുർത്തകളുടെ
ഹോൾ എന്ന് പറഞ്ഞു പോയില്ലേ, പക്ഷെ ഞാൻ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് എന്തായിരുന്നു, ഒരു കോട്ടൺ. ഇതും ഭയങ്കര തിന്നായിട്ടുള്ള എന്താ പറയുക, കുറച്ചൊരു നൈസ് മെറ്റീരിയലാണ് കേട്ടോ. പക്ഷെ നല്ലൊരു ഇതിൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ, നല്ല ലുക്കുള്ള ഡ്രസ്സാണ്. അതിൻ്റെ കോളറാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും പാറ്റേൺ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല വൃത്തിയിലിരിക്കും. അടിപൊളി സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ള കുർത്തകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മേടിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. ടാറ്റാ.